ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഇന്നൊരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഇലക്ഷൻ ഡേ ആണ്, അപ്പോൾ വോട്ട് ചെയ്യാനൊക്കെ പോയി. പിന്നെ ഒരു കുഞ്ഞു റെസിപ്പിയും കൂടെ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ആദ്യം തന്നെ നമുക്കൊരു ബൗളിലേക്ക് 3 കോഴിമുട്ട ഞാൻ പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഇതെപ്പോൾ ഉണ്ടാക്കണം നിങ്ങൾ തീരുമാനിക്കുക. വിശക്കുമ്പോൾ ഉണ്ടാക്കി കഴിക്കുക, അത്ര തന്നെ. കുട്ടികൾക്കൊക്കെ എന്തായാലും നല്ല ഇഷ്ടമാവും. അപ്പോൾ കോഴിമുട്ടയിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഞാനൊരു പാന് ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മുട്ടയില്ല, അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ചിക്കി പൊരിക്കുക. സ്ക്രാബിൾ ചെയ്തെടുക്കാൻ അറിയില്ല, അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത്. രാവിലെ ചായൻ്റെ കൂടെയോ അല്ലെങ്കിൽ രാത്രി ചപ്പാത്തീൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റുള്ള ഒരൈറ്റമാണ്. പിന്നെ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ പിന്നെ നമ്മളിത് നന്നായിട്ടൊന്ന് ചീകി പൊടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. പിന്നെ ഇന്ന് വോട്ട് ചെയ്തവർ ആരൊക്കെയാണ്? അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഞാനും ഇന്ന് പോയിട്ട് വോട്ട് ചെയ്തിന്. ഫുഡിന് കറിയൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റത്തെ ഓപ്ഷന് മുട്ടയല്ലേ, മുട്ട ഓംലേറ്റ് ആക്കുക, അങ്ങനെ എന്തെങ്കിലും അല്ലേ നമ്മൾ വേഗം തന്നെ ചെയ്യുക. എത്ര ഈസി ആയിട്ടുള്ള എന്തെങ്കിലും ആ ചെയ്യുക. അതുപോലൊരു ഈസി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെ ഇതും. അപ്പം നമ്മളിത് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഞാൻ അതേ പാനിലേക്ക് തന്നെ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മെൽട്ടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് മുറിച്ചിട്ട് വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദപ്പൊടിയും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതെല്ലാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യണം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പാലൊഴിച്ചിട്ട് മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ വൈറ്റ് സോസാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ കുറച്ച് പാൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വൈറ്റ് സോസ് തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ക്രീമി ആയിട്ടുള്ള ബട്ടർ ഗാർലിക് എഗ്സ് ആണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ക്രീമി വൈറ്റ് സോസ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട്. കുറച്ച് സാൾട്ട്, പിന്നെ ചില്ലി ഫ്ലെക്സ്, പിന്നെ ഒറിഗാനോ, ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ സോസ് റെഡിയാവും. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മുട്ടയില്ല, അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രീമി ആയിട്ടുള്ള ബട്ടർ ഗാർലിക് എഗ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കഴിക്കാൻ പോകുന്നത് ബ്രെഡിൻ്റെ കൂടെയാണ്. പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതിന്ന് ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിപ്പോൾ ബ്രെഡിൻ്റെ കൂടെയാണ് കഴിച്ചത്. അങ്ങനെ കാത്തു നിന്ന് ആ സുദിനം വന്ന്. ആ സുദിനം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇലക്ഷൻ ഡേ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ വോട്ട് ചെയ്യാൻ പോയി. ഞാനും ആങ്ങളെയും ആങ്ങളുടെ ഓളും പിന്നെ അനിയത്തിയും എല്ലാവരും കൂടിയാണ് വോട്ട് ചെയ്യാൻ പോയത്. പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് നല്ല ജലദോഷം ചുമയെല്ലാം. ഇപ്പോൾ കാലാവസ്ഥ അങ്ങനെയാണല്ലോ. രാവിലെ നല്ല തണുപ്പും ഉച്ചക്കെല്ലാം നല്ല ചൂടുമാണല്ലോ. രാത്രി നല്ല ചൂടാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ നമ്മളെ സ്ഥാനാർത്ഥിയുടെ ഫ്ലെക്സ് ബോർഡെല്ലാം കാണുന്നുണ്ട്. നമ്മളെ സ്ഥാനാർത്ഥി ഇവിടെ ഷീബേച്ചിയാണേ. പിന്നെ നമ്മൾ 31-ാം വാർഡിൽ പിന്നെ കഴിഞ്ഞ തവണ ഷീബേച്ചി തന്നെയാണ് ജയിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മൾ പോളിംഗ് ബൂത്ത് അതന്നെ DAP സ്കൂളാണ്, പാറാൽ അവിടെയാണ്. ഇത് ഞാൻ പഠിച്ച സ്കൂളാണ്. അപ്പോൾ അതിങ്ങനെയൊന്നുമല്ല, ഇനിയിപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ നല്ല തിരക്കുണ്ടേനും, അത്യാവശ്യം നല്ല തിരക്കുണ്ടേനും. സ്ത്രീകളുടെ ക്യൂ കുറച്ച് കൂടുതലും, പുരുഷന്മാരെ അങ്ങനെ ഇല്ല. പിന്നെ അപ്പോൾ അനിയത്തി കുഞ്ഞിനെ എടുത്തിട്ടേനും വന്നത്, 50 മാസം പ്രായമുള്ള കുഞ്ഞിനെ. അപ്പോൾ ഓളെ വേഗം വോട്ട് ചെയ്തിട്ട് ഓള് വേഗം വീട്ടിൽ പോയി. ഞാൻ എൻ്റെ മോനെ ഒന്നും എടുക്കാണ്ട വന്നേ. അപ്പോൾ ഞാൻ കുറേ നേരം അവിടെ നിൽക്കേണ്ടി വന്നു. ഞാനും ആങ്ങളുടെ വെള്ളം പിന്നെ വോട്ട് ചെയ്ത് കഴിയുന്നപ്പോഴത്തേക്ക് ഒരു സമയമായിരുന്നു. നല്ല തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ ഉമ്മ ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നെയ്ച്ചോറും പരിപ്പ് കറിയും കാബേജ് വറവും പിന്നെ നല്ല പച്ചത്തിരണ്ടി മുളകിട്ടതാണ് ഇന്നത്തെ സ്പെഷ്യൽ. പിന്നെ ഹൈസീനും റൈഹാനെല്ലാം ചോറെല്ലാം കഴിച്ച്, പിന്നെ ഞാനും അതുപോലെ ഫുഡെല്ലാം കഴിച്ച് പിന്നെ കുറച്ച് നേരം നല്ല കിടന്ന് വേഗം തന്നെ. പിന്നെ
മമ്മൂന് എക്സാം ഉണ്ട്, റെയ്ഹാന് എക്സാം ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് നേരം പഠിപ്പിക്കാമെന്ന്. GK ആണ്. നമ്മുടെ പ്രധാനമന്ത്രിൻ്റെ പേരെന്നാ? പ്രധാനമന്ത്രി, മുഖ്യമന്ത്രിയല്ല. പ്രധാനമന്ത്രിൻ്റെ പേരെന്നാ? നരേന്ദ്രമോദി. നമ്മളെ മുഖ്യമന്ത്രിൻ്റെ പേരെന്നാ? റെയ്ഹാനോട് ഇങ്ങനത്തെ എന്ത് കാര്യം ചോദിച്ചാലും അവന് വേഗം പറയുന്ന ഉത്തരം പിണറായി വിജയൻ എന്നാ. ആ പേര് നല്ലോണം മനസ്സിൽ പിടിച്ചു കഴിഞ്ഞെന്ന് തോന്നുന്നു. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് പറയും പിണറായി വിജയൻ. നമ്മൾ ബഹ്റൈനിലുള്ള സമയത്ത് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ ഫ്ലെക്സ് ഇങ്ങനെ രാജാവിൻ്റെ എല്ലാം ഫോട്ടോ ഉണ്ടാവില്ലേ, അപ്പോൾ ഇവൻ പറയും അത് പിണറായി വിജയനാണ്. അന്നേരം കുറച്ചുകൂടി ചെറുതേനും, പക്ഷെ അന്നേരം ആ പേരാ പറയൽ. അതാണ് ഞാൻ ഇപ്പം ചോദിച്ചത്. ഇന്ന് പിന്നെ GK അവന് പഠിക്കുന്നത്. പഠിക്കാനിരുന്നാലും പഠിപ്പൊന്നല്ല, ഫുൾ ടൈം നടക്കുക. കുറേ ഇങ്ങനെ കളി, പിന്നെ അവന് പഠിച്ച് അവസാനം ക്ഷീണിച്ച് നിലത്തിരുന്നു പോയി. പിന്നെ അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, എന്തെല്ലോ കളി കളിക്കുന്നുണ്ട്. പിന്നെ അപ്പോഴത്തേക്ക് വൈകുന്നേരം 4 മണിയെല്ലാം കഴിഞ്ഞിന് അവൻ്റെ ട്യൂഷന് പോകാനുള്ള സമയമായി. അപ്പോൾ വേഗം അവന് ട്യൂഷന് പോകാൻ വേണ്ടിയിട്ട് കുളിച്ച് റെഡിയായിട്ട് ട്യൂഷന് പോയി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ അങ്ങനെ നല്ല തലവേദനയായിരുന്നതുകൊണ്ട് അധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം.